അപ്പോൾ ഇന്ന് കറക്റ്റ് പേയ്മെൻറ്റ് വന്നിട്ടുള്ളത് 635 രൂപയാണ്. കാരണമെന്ന് വെച്ചാൽ 10 ട്രിപ്പ് എനിക്ക് 3 ട്രിപ്പ് കൂടെ കിട്ടിയില്ല. 3 ട്രിപ്പ് കൂടെ കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് ഈ 200 കൂടെ കിട്ടിയിട്ട് എറൗണ്ട് 1000 രൂപയ്ക്കകത്ത് പേയ്മെൻറ്റ് വന്നനെ. എന്തുകൊണ്ടാണ് പേയ്മെൻറ്റ് വരാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ഓർഡർ ഞാൻ വളരെ താമസിച്ചാണ് എടുത്തത്. കാരണം ഫസ്റ്റ് ഓർഡർ എനിക്ക് 12 മണിക്കാണ് ഞാൻ കയറിയത്. കാരണം 9 മണിക്ക് ഓണാക്കി, പക്ഷേ ഓർഡർ അടിച്ചില്ല. രണ്ടാമത്തെ കാര്യം, ഞാൻ സിറ്റിയിലോട്ട് പോയില്ല. ഉച്ചയ്ക്ക് ആകെ എടുത്തത് 4 ഓർഡറാണ്. ഉച്ചയ്ക്ക് സത്യം പറഞ്ഞാൽ ഒരു 7 ഓർഡർ എടുത്തിരുന്നത് എനിക്ക് ഈസി ആയിട്ട് ഫുൾ അടിക്കായിരുന്നു. എന്തുകൊണ്ട് ഞാൻ എടുത്തില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്നെൻ്റെ റൈഡർ ബൈക്ക് ഞാനിന്ന് വിറ്റ ദിവസമായിരുന്നു, അതിന്ന് കൊടുത്ത ദിവസമായിരുന്നു. അപ്പോൾ അത് രാവിലെ കൊണ്ടുപോകാൻ ആളൊക്കെ വന്നായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു മൂഡ് ഓഫും കാര്യങ്ങളൊക്കെ എനിക്കുണ്ടായിരുന്നു. കാരണം നല്ല ഫണ്ട് കയ്യിലുണ്ടായിരുന്ന ഒരാളാണ്. ഫണ്ട് മൊത്തം പോയതുകൊണ്ടാണ് ഇപ്പോൾ അത് കൊടുക്കേണ്ടി വന്നത്. കാരണം അത് വീട്ടിൽ ഇരുന്ന് അത് വെറുതെ നശിക്കേണ്ടെന്ന് കരുതിയാണ്. അപ്പോൾ പ്രത്യേകിച്ച് ബോയ്സിന് ബൈക്ക് എന്നൊക്കെ പറഞ്ഞ ഒരു ഇമോഷനാണ്. അത് എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ഇഷ്ടപ്പെട്ട് എടുക്കുന്നൊരു വണ്ടിയാണ്. അപ്പോൾ അത് കൊടുത്തതിൻ്റെ ഒരു ചെറിയ വിഷമമുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇറങ്ങാനൊന്നും തോന്നിയില്ല. പിന്നെ കുറച്ച് കടങ്ങൾ കിടക്കുന്നതുകൊണ്ടും പിന്നെ നമ്മുടെ ടാർഗറ്റൊക്കെ ഉള്ളതുകൊണ്ടും 500 എങ്കിൽ 500 എന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. അപ്പോൾ സൊമാറ്റോ 635 വന്നു. പിന്നെ ഇന്ന് CNG ഒന്നും അടിച്ചിട്ടില്ല. ഇന്ന് 2 ഘട്ട ബാക്കിയുണ്ട്. സോ ഇന്നലെ ഫുൾ ടാങ്ക് അടിച്ച് രാത്രി വന്നതുകൊണ്ട് എനിക്കിന്ന് വലുതായിട്ട് ഇറങ്ങേണ്ടി വന്നിട്ടില്ല. സത്യം പറഞ്ഞാൽ 2 ഓർഡറും കൂടെ കിട്ടിയിരുന്നത് എനിക്ക് നല്ല ലാഭമായിരുന്നു. കാരണം എറൗണ്ട് 900-950 രൂപ അടുപ്പിച്ച് പേയ്മെൻറ്റ് കയറിയനെ. അപ്പോൾ എനിക്ക് ഈ പറയുന്ന CNG അടിച്ചില്ലെങ്കിലും നല്ല ലാഭമായിരുന്നു. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, 2 ഓർഡറിൽ നമ്മളിങ്ങനെ ചെറിയ ഇതിലാണ് പോണത്. കാരണം 2500 മുകളിൽ പേയ്മെൻറ്റ് കിട്ടേണ്ട ടൈമായിരുന്നു 2 ഓർഡറിൽ. പക്ഷേ എനിവേ പോയി. കാരണം ഈ വീക്കിലെ ഏറ്റവും ലോവസ്റ്റ് എമൗണ്ടാണ് 635. 789, 881, 635. ഈ 789 എന്ന് പറയുന്ന ദിവസം ഞാൻ മഴ ആയതുകൊണ്ട് അധികം ഇറങ്ങിയില്ല. അന്ന് 12 മണി വരെ ഇറങ്ങിയിരുന്നേ 1500 മുകളിൽ അന്നും പേയ്മെൻറ്റ് പോയേ. സോ ഈ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ മടിയൊക്കെ വരുമല്ലോ, നമുക്ക് ഇത്രയും മതി അല്ലെങ്കിൽ ഇത്രയും ഓക്കെ എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങുന്നത്. അതുകൊണ്ടാണ് പണി കിട്ടുന്നത്. സോ നോക്കട്ടെ, ഇനി അങ്ങനെയുള്ള ശീലങ്ങളെല്ലാം മാറ്റി വെച്ചിട്ട് ഫുൾ ടൈം നിൽക്കാം. ഈ ആഴ്ച 33 ഓർഡേഴ്സ് മാത്രമേ കിട്ടിയുള്ളൂ. പക്ഷേ മന്ത്ലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ മന്ത്ലി എത്ര എമൗണ്ട് പോയി നോക്കാം. മന്ത്ലി ഇപ്പോൾ 17 884 രൂപ, അതായത് 18 രൂപ എങ്ങനെ പോലും 19 20 എത്തിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്ന് സത്യം പറഞ്ഞാൽ 200 രൂപയും കൂടെ കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് കറക്റ്റ് 20,000 രൂപ അടുപ്പിച്ച് എത്തിക്കായിരുന്നു. 251 ഓർഡർ എടുത്തിട്ടുണ്ട്. മൊത്തം 97 മണിക്കൂറാണ് ഞാൻ ലോഗിൻ ടൈം നോക്കിയത്. 97 മണിക്കൂർ എന്ന് പറയുമ്പോൾ അറൗണ്ട് 5 ദിവസം ഫുള്ള് നിൽക്കുന്ന ഒരു ടൈമാണ്. കാരണം 24 മണിക്കൂർ നമുക്ക് എറൗണ്ട് ഒരു ദിവസമായിട്ട് കണക്ക് കൂട്ടുകയാണെങ്കിൽ 2 ദിവസമാകുമ്പോൾ 48, 4 ദിവസമാകുമ്പോൾ 96. അപ്പോൾ 5 ദിവസം നമ്മൾ കറക്റ്റ് ഓടി വരുമ്പോൾ 5 ദിവസം ഫുൾ ടൈം നിന്നൊരു ഫീലാണ് വന്നിട്ടുള്ളത്. 251 ഓർഡർ എടുത്തിട്ടുണ്ട് ടോട്ടൽ. അതിൽ സത്യം പറഞ്ഞാൽ ഇത് എങ്ങനെ പോയാലും ഒരു 18-19 വരേണ്ടതാണ്. പക്ഷേ നമുക്ക് 1-2 ദിവസത്തേക്ക് ഇൻസെൻറ്റീവ് ഇതേപോലെ മിസ്സായി. ഇന്ന് 3 ഓർഡറിന് മിസ്സായി. കഴിഞ്ഞ ആഴ്ച ഒരു ദിവസം 2 ഓർഡറിനും 1 ഓർഡറിനൊക്കെ നമുക്ക് മിസ്സായി. അതുകൊണ്ടാണ്. നോക്കട്ടെ, അടുത്ത മാസം ഒന്നും ഇത് ഇല്ലാതെ ഞാൻ ഇറങ്ങാം. അപ്പോൾ ഇന്ന് വലിയ കിലോമീറ്ററും പോയിട്ടില്ല, മൊത്തം കുറഞ്ഞ കിലോമീറ്റർ തന്നെയാണ് ഇന്ന് ഓടിയത്. അപ്പോൾ എനിവേ ഈ മാസം ഞാൻ 17 രൂപ അടുപ്പിച്ച് ഏൺ ചെയ്തു സൊമാറ്റോയിൽ. ഇത് ഫുൾ ടൈം ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല, പാർട്ട് ടൈം ലെവലാണ് പോയത്. ഫുൾ ടൈം ഒരു വീക്കിൽ തന്നെ 11-12 ഒക്കെ ഏൺ ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷേ അവർ ഒരാഴ്ച അങ്ങനെ ഇറങ്ങുള്ളൂ. പിന്നെ അത് കഴിയുമ്പോൾ അവർക്ക് നല്ല ബാക്ക് പെയിനും മൂഡ് ഓഫും ഒക്കെ വരും. കാരണം ഫുൾ ടൈം റോബോട്ടുകളൊക്കെ നിന്ന് കഴിഞ്ഞാൽ കാര്യമില്ല. പിന്നെ കിട്ടണ പകുതി പൈസ കൂടുതൽ അവർ പെട്രോളിന് ചിലവാക്കും. സോ ഞാനും അങ്ങനെ ആയിരുന്നു. അതുകൊണ്ടാണ് ഞാനിപ്പോൾ പതുക്കെ മാറിയത്. നമുക്ക് ഈ മന്ത് എൻ്റെ ആകുമ്പോൾ ടോട്ടലി നമ്മൾ എത്ര രൂപയ്ക്ക് CNG അടിച്ച് എത്രയാണെന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. അതൊക്കെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം ടോട്ടലി. അപ്പോൾ സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ പറ്റുമെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട്. അപ്പോൾ നമുക്ക് നാളെ മറ്റൊരു സൊമാറ്റോയുടെ വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.